18 വയസ്സിൽ നേരിട്ടത് അതിക്രൂര പീഡനം. 1 വർഷക്കാലം ലൈംഗിക അടിമയാക്കി തമിഴ് സംവിധായകനെതിരെ നടി സൗമ്യ. തന്റെ 18 വയസ്സിൽ നേരിട്ട അതിക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു നടി സൗമ്യ. തമിഴിലെ ഒരു സംവിധായകൻ 1 വർഷക്കാലത്തോളം തന്നെ ലൈംഗിക അടിമയാക്കിയതായി NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ സൗമ്യ വെളിപ്പെടുത്തി. സംവിധായകന്റെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ലെന്നും പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ NDTVയോട് പറഞ്ഞു. 18 വയസ്സിൽ ആണ് സൗമ്യ സിനിമയിലെത്തുന്നത്. തിയേറ്റർ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച പരിചയമാണ് സിനിമയിലെത്തുവാൻ കാരണമായത്. വളരെ ദാരിദ്ര്യമായ ജീവിത സാഹചര്യമായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ തമിഴ് സംവിധായകൻ സൗമ്യയുടെ പിതാവിനെ സമീപിച്ചത്. സിനിമയിലൂടെ ജീവിതം രക്ഷപ്പെടും എന്ന് സംവിധായകൻ നൽകിയ മോഹന വാഗ്ദാനമാണ് അഭിനയിക്കാൻ തീരുമാനിക്കാൻ കാരണം. നടി രേവതിയുടെ വീടിനടുത്തായിരുന്നു സൗമ്യയുടെ വീട്. രേവതി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലമാണ്. ഇതെല്ലാം കൂടെ സിനിമ എന്ന മായിക ലോകത്തേക്ക് മറ്റൊന്നും ആലോചിക്കാതെ ചുവടുവെച്ചു എന്നും സൗമ്യ പറയുന്നു. സുജാത എന്ന പേര് വിളിക്കുന്ന നടി അറിയപ്പെട്ടിരുന്നത് സൗമ്യ എന്ന പേരിലായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തനിക്ക് സംവിധായകന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയതായും നടി പറഞ്ഞു. സിനിമയിൽ റോൾ ലഭിക്കുന്നതിന് താൻ പണം മുടക്കിയതായി അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് കടം വീട്ടുന്നതിനായി അഭിനയിക്കല്ലാതെ മറ്റു വഴികളില്ലാതെയായി താരം വെളിപ്പെടുത്തി. സിനിമയിലെ ചതിക്കുഴികളെ കുറിച്ച് തനിക്ക് വലിയ അറിവില്ലായിരുന്നു. തന്നെ തൻ്റെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നതെന്ന് ഒരിക്കൽ സംവിധായകൻ പറഞ്ഞു. ഇതിന് കാരണമായ സ്വന്തം മകൾ അവരെ വിട്ടുപോയ കഥയും വിവരിച്ചു. എന്നാൽ അതൊക്കെ കള്ളമായിരുന്നു എന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സ്വന്തം മകൾ അയാൾക്ക് നേരെ ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരുന്നു, എന്നാൽ അത് കള്ളമാണെന്നാണ് അയാൾ പറഞ്ഞത്. പിന്നീട് സംവിധായകനും ഭാര്യയും സൗമ്യയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ പെരുമാറി. എന്നാൽ ഒരിക്കൽ ഭാര്യ വീട്ടിലില്ലായിരുന്ന സമയത്ത് തന്നോട് മോശമായി പെരുമാറി. പലപ്പോഴായുള്ള അയാളുടെ പെരുമാറ്റം ദുസ്സഹമായിരുന്നു. പലതവണത്തെ ശ്രമത്തിനൊടുവിൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പിന്നീട് 1 വർഷക്കാലത്തോളം അയാളുടെ ലൈംഗിക അടിമയായി കഴിയേണ്ടി വന്നുവെന്നും സൗമ്യ വെളിപ്പെടുത്തി. ആ ട്രോമയിൽ നിന്നെല്ലാം കരകയറുവാൻ 30 വർഷക്കാലം എടുത്തുവെന്നും സൗമ്യ വെളിപ്പെടുത്തി. കൂടാതെ നിരവധി സംവിധായകരും നടന്മാരും ടെക്നീഷ്യന്മാരും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി സൗമ്യ സൂചിപ്പിച്ചു. തൻ്റെ സുരക്ഷയെ ഭയമുള്ളത് കൊണ്ടാണ് സംവിധായകന്റെ പേര് പുറത്തു പറയാത്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. അദ്വൈതം എന്ന സിനിമയിലൊക്കെ ജയറാമിൻ്റെ നായികയായിട്ട് വന്ന നടിയാണ് സൗമ്യ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടെന്നുള്ള പാട്ടൊക്കെ അതിലുള്ള നടിയാണ്. അപ്പോൾ അവർക്ക് ആ സിനിമയിൽ പോലും ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് ഈ തുലാഭാരം നടത്തുന്ന അതൊക്കെ പൊട്ടി വീണത് മനഃപൂർവ്വം ചെയ്തതാണ്. ജയറാം ഇവർ വീണപ്പോൾ എല്ലാവരും ചിരിച്ചു എന്നും ഒക്കെ പറയുന്നു. ജയറാം വീണിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങൾ. പിന്നെ ഒരു നടൻ, ഇപ്പോൾ ഈ ആരോപണ വിധേയനായ ഒരു നടൻ കെട്ടിപ്പിടിക്കുന്ന സീനിലൊക്കെ ശരിക്കും കെട്ടിപ്പിടിക്കുന്നത് അത് ആരെക്കുറിച്ചാണ് പറയുന്നത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ നടനെ. ഈ അടുത്ത് നഗ്മ പോലും പറഞ്ഞു അങ്ങനെയുള്ള ഇതിൽ ഇറുക്കി പിടിക്കുമായിരുന്നു.